തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് ഉള്ളിൽ ഗണപതിയെ ഇരുത്തിയിരിക്കുന്ന കന്നിമൂലയിൽ തന്നെയാണ് സുന്ദരമൂർത്തി നായനാരെയും ചേരമാൻ പെരുമാളിനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളും സ്വർഗാരോഹണം ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നതും ചരിത്രവും അപ്രകാരം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ രണ്ടുപേരുടെയും പ്രതിഷ്ഠ ഉള്ളതും അവിടെ അതുമായി ബന്ധപ്പെട്ട പൂജകൾ നടത്തിവരുന്നതും. എന്നാൽ എല്ലാ വർഷത്തിലെയും കർക്കിടമാസത്തിലെ ചോതി നാളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേക ഉത്സവവും പൂജയും നടക്കാറുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള സുന്ദരമൂർത്തി നായനാരുടെ വിഗ്രഹവും ചേരമാൻ പെരുമാളിന്റെ വിഗ്രഹവും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നു. വെള്ള കുതിരയുടെ പുറത്ത് ചേരമാൻ പെരുമാളിനെയും വെള്ള ആനയുടെ പുറത്ത് സുന്ദരമൂർത്തി നായനാരെയും ഇരുത്തിയാണ് ഈ പ്രതിമ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആ നടപ്പന്തലിൽ ഒരു പ്രത്യേക പീഠത്തിലിരുത്തി രണ്ട് പ്രതിമകളിലും ഭസ്മം, കളഭം, ചന്ദനം, പാല്, തൈര്, കരിക്ക്, പഞ്ചാമൃതം എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം പിന്നീട് പ്രത്യേക പൂജകളും നടത്തി. അതിൻ്റെ വാദ്യഘോഷങ്ങളോടുകൂടി വീണ്ടും വെള്ളക്കുതിരയുടെ പുറത്ത് ചേരമാൻ പെരുമാളിനെയും വെള്ള ആനയുടെ പുറത്ത് സുന്ദരമൂർത്തി നായനാരെയും ഇരുത്തി അതിന് വേണ്ട എല്ലാ അലങ്കാരങ്ങളോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി വീണ്ടും തിരുവഞ്ചിക്കുളത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭക്തജനസംഘങ്ങൾ അന്നേ ദിവസം കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുന്നു. ഏകദേശം 2000-ലധികം ആളുകളാണ് ആ ചടങ്ങിൽ അന്നേ ദിവസം പങ്കെടുക്കുന്നത്. അവർക്ക് വേണ്ട താമസവും ഭക്ഷണവുമെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ. തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചേരമാൻ പെരുമാളിൻ്റെയും സുന്ദരമൂർത്തി നായനാരുടെയും വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലനടയിൽ അഭിഷേകവും പൂജയും എല്ലാം കഴിച്ച് അലങ്കരിച്ച് കുതിരയുടെയും ആനയുടെയും പുറത്ത് അവരെ ഈ തമിഴ്നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള ജനങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ സ്വീകരിക്കുന്നു. അവിടെയും പൂജയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ വിഗ്രഹങ്ങളെ ഊട്ടുപുരയിൽ അന്നേ ദിവസം സൂക്ഷിക്കുന്നു. അതിനുശേഷം രാവിലെയുള്ള പൂജകൾക്ക് ശേഷമാണ് പഴയപടിയുള്ള സ്ഥാനത്തേക്ക് ഇവയെ മാറ്റിയിരുത്തുന്നത്. ഇത്രയും നല്ല ഒരു ചടങ്ങ് അവിടെ നടന്നിട്ട് മലയാളികൾ അറിയുന്നില്ല. അവരെല്ലാവരും ഉറക്കത്തിലാണ്. ഇത് നടക്കുന്നത് ഏകദേശം 10 മണിക്ക് ശേഷമാണ് ഈ ചടങ്ങ് ഈ വർഷം നടന്നത്. ആ ചടങ്ങിൽ വളരെ അപൂർവമായ മലയാളി സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും തമിഴന്മാരാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ചരിത്രവുമായി ഇത്രയധികം ബന്ധമുള്ളതും അനേക വർഷം മലയാളികളെ സേവിച്ച ഒരു രാജവംശത്തിലെ അവസാനത്തെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്നതും തൻ്റെ പ്രവൃത്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയ ആ മഹാപുരുഷന്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഉത്സവത്തിൽ നമ്മളാരും പങ്കുകൊണ്ടില്ല എന്നത് ഓരോ മലയാളിയും വളരെ കുറ്റബോധത്തോടുകൂടി ഓർക്കേണ്ട ഒരു ദിനമാണ്. ഇനി അടുത്ത വർഷത്തെ ചോതി ദിനത്തിലെങ്കിലും ഈ നാള് ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കുകൊള്ളണം. അത്രയും ഗംഭീരമായ പരിപാടിയാണ്. എല്ലാവർക്കും ഭക്ഷണവും എല്ലാ സാധ്യയോടുകൂടി തന്നെയാണ് ആ ചടങ്ങ് തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ നടത്തുന്നത്. ആര് ചെന്നാലും അവിടെ വേണ്ട വിധത്തിലുള്ള ഭക്ഷണങ്ങളും എല്ലാ വെള്ളവും എല്ലാം നമ്മൾക്ക് ലഭ്യമാണ്. ആ ചടങ്ങ് നിങ്ങൾ അടുത്ത വർഷമെങ്കിലും ഓർമ്മ വെച്ച് നിങ്ങൾ കാണുക തന്നെ വേണം എന്ന ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പല വാദ്യോപകരണങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അപൂർവമായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ.
ഇത്രയും വിപുലമായ സദ്യവട്ടങ്ങളോടുകൂടി ഒരുക്കുന്ന ഈ പരിപാടിയിൽ മലയാളി സാന്നിധ്യമില്ല എന്ന് പറയുന്നത് മലയാളികൾക്ക് നാണക്കേടാണ്. ചേരമാൻ പെരുമാൾ മലയാളികളുമായി അഭേദ്യമായി ബന്ധമുള്ള മഹാരാജാവ് തന്നെയാണ്. ആ മഹാരാജാവിൻ്റെ സ്വർഗാരോഹണ ചടങ്ങുകളിൽ മലയാളികളുടെ സാന്നിധ്യമില്ല എങ്കിൽ പിന്നെ എന്ത് പ്രാധാന്യമാണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മളെ വർഷങ്ങളോളം സേവിച്ച ഒരു പരമ്പരയിലെ ആ ചേരമാൻ പെരുമാളിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ആ ചടങ്ങുകളിൽ അടുത്ത വർഷമെങ്കിലും നമ്മളുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടാവുകയും ആ ചടങ്ങ് നിലനിർത്തുകയും ചെയ്യണം. പെരുമാളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം വ്യത്യാസം വരുത്തി ചേരമാൻ പെരുമാളിനെ മക്കയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ സൈറ്റുകളിലുമുള്ള ചേരമാൻ പെരുമാളിൻ്റെ വിവരങ്ങളിലെല്ലാം തിരുത്തൽ വരുത്തിയിരിക്കുന്നു. യഥാർത്ഥ ചരിത്രം ജനങ്ങളെ അറിയിക്കാതെ മക്കയിൽ പോയ ഒരു പെരുമാളിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരു കൂട്ടർ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് യഥാർത്ഥ ചരിത്രം വരുന്ന തലമുറയെ അറിയാക്കാതെ ഈ മുറിയന്മാരുടെ ചരിത്രമാണ് ഇനി വരുന്ന തലമുറ അറിയേണ്ടതെന്ന നിർബന്ധമുള്ളതായി നമ്മൾക്കിത് കാണുമ്പോൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയെ വിജയമാക്കി യഥാർത്ഥ ചരിത്രം ഇതാണെന്ന് മാറ്റി തീർക്കേണ്ടത് ഓരോ മലയാളികളുടെയും കടമയാണ്. അല്ലെങ്കിൽ ഇല്ലാത്ത ചരിത്രം സൃഷ്ടിച്ച് ആ പേര് കേട്ട മഹാരാജാവിനെ ഇല്ലായ്മ ചെയ്യും ഈ മുറിയന്മാർ. അതുകൂടാതെ ചില ഓഫീസിൻ്റെ റെക്കോർഡുകളിൽ വരെ 2012 ശേഷം തിരുത്തൽ വരുത്തിയതായിട്ട് കാണാം. കാരണം ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാക്കുവാൻ ഇവർ ശ്രമിക്കുന്നതായി ഈ അടുത്ത പത്രവാർത്തകൾ വന്നിരുന്നു. യഥാർത്ഥ ചരിത്രം നോക്കി അധികമൊന്നും പോകേണ്ട. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ, മലബാർ സ്റ്റേറ്റ് മാനുവൽ, തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ, പെരുമാൾസ് ഓഫ് കേരള, MGS നാരായണൻ്റെ, കൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ബുക്കായ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ, A ശ്രീധരമേനോൻ്റെ കേരള ഹിസ്റ്ററി എന്നീ ചുരുക്കം ബുക്കുകൾ നോക്കിയാലറിയാം ഈ ചരിത്രം കള്ളമാണെന്ന്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് തിരുവഞ്ചിയിൽ സമാധിയിരിക്കുന്ന ചേരമാനെ മക്കൾക്ക് അയക്കണോ എന്ന വീഡിയോ. ആ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് നല്ലവണ്ണം അറിവ് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീഡിയോ അന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാകും ഇത് എത്രമാത്രം കള്ളക്കഥയാണെന്ന്. Viva!